പക്ഷേ 1 കിലോ പഞ്ചസാരക്ക് 44 ഉറുപ്പ്യ. ഒരു മാസം ഒപ്പിക്കാൻ പെടുന്ന പാടേ. 1 കിലോ ഉരുളക്കിഴങ്ങിന് 36 ഉറുപ്പ്യ. ഇവിടെ ഞാൻ 3 കടയിൽ കയറി എല്ലായിടത്തും ഒരേ റേറ്റ്. ടൗണിലേക്ക് പോയാലോ എന്ന് ഞാൻ ചിന്തിക്കുന്നു. അച്ഛനും വലിയ ചെല്ലം അയച്ചിട്ട് കുറെ കാലമായിട്ടു. എപ്പം നോക്കുമ്പോ ഉരുളക്കിഴങ്ങും പഞ്ചസാര. എവിടെയാ ലാഭം കിട്ടുന്നത് അവിടെ കയറി. അവസാനം മേടിച്ചു തരുന്നതോ ലാട്ടുകൂട്ട സാധനങ്ങൾ. അതായത് മാഷേ, അടുത്താഴ്ച ടൂർ പോയാലും മാസം അവസാനം നിങ്ങൾ വിഷയറിയാ. എന്റെ 2 മക്കളുണ്ട് കാനഡയിലും അമേരിക്കയിലും പഠിക്കുന്നു. എത്ര ചെലവെന്ന് നിങ്ങൾക്കറിയാവാ? ഇല്ല. അടുക്കാൻ കഴിയില്ല. പുഷ്പാനന്ദ മാഷല്ലേ വരുന്നു. ബെർട്ട് ഇന്ന് 553 കൊണ്ട് പട്ടി ഏൽപ്പിച്ചു. നാളെ നെയ്യ കാനെ കൊണ്ട് മനുഷ്യ, ഊനെ കൊണ്ട് അരയൻ. കുരിപ്പും പറ്റ കണക്കും ഇന്ത്യയിലുണ്ടല്ലോ. മാഷേ വില കയ്യില് കാറ്റാത്താപ്പ. എന്തല്ലോ മാഷേ, എന്താണ് വിഷയം? ചെറിയൊരു വിഷയം. ഒരു ടൂർ പോയാലോ ഈ മഴയത്തോ? അല്ല, അത് നല്ല പരിപാടിയാ. അതാവുമ്പോ പുതിയ ജീവികളെ വരച്ച് പഠിക്കാം, എന്നിട്ട് കുട്ടികളെ പറ്റിക്കാം. ഖുഷി മിലേഗി ഹേ. അതെന്നേനും അതൊരു ബോറടി മാറിക്കിട്ടുന്ന് പറഞ്ഞതാ. ടൂറിന്റെ പരിപാടിയാണെങ്കിൽ ഇപ്പൊ നടക്കില്ല. നടക്കും. എങ്ങനെ? തയ്യാറായിക്കോ. നമ്മളെ ചെലവിനും കണ്ടുപിടിക്കാനാ വന്നത്. ഈസി ഗണിതം, ഹിന്ദി മലയാളം പരിഭാഷ അടിച്ചിട്ട് പിള്ളേരെ പഠിപ്പിച്ച്. അതുപോലെ ഒരു ടൂർ പാക്കേജ് അങ്ങോട്ട്. നല്ല നല്ല സ്ഥലത്തിന്റെ ലിസ്റ്റ് ഇടണം, രക്ഷിതാക്കളെ ചാക്കിലാക്കണം, കുട്ടികളെല്ലാം നിർബന്ധിച്ചിട്ട് ചേർക്കണം. കുട്ടികളെ പോയ സ്ഥലത്തുനിന്ന് ഉപദ്രവിക്കില്ല എന്ന് എനിക്ക് ബാക്കിയില്ല. കടന്നു പിടുത്തം, ഉളി കാണല്, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. എന്റെ ബൈലോയിൽ ഈ പരിപാടിയില്ല. അതുകൊണ്ട് ഡീസന്റ് ആയിട്ട് പോയിട്ട് തരാൻ പറ്റുമെങ്കിൽ മാത്രം പോയാൽ. പിന്നെന്തിനാ പോകുന്നു? അതായത് മാഷേ, നമുക്ക് മടുക്കുമ്പോ ഇല്ലാതെ വെള്ളപ്പൊക്കത്തിന്റെ പേരിൽ നമുക്ക് മടങ്ങി വരാം. അതാവുമ്പോ ഫ്രീ ആയിട്ട് ടൂറും പോവാ, ഉള്ളറ പൈസക്ക് ഫുഡ് മേടിക്കാം. ഏത് ഓക്കെ അല്ലേ? അല്ലേ? എന്നാ ബസ്സിന് ബുക്ക് ചെയ്യട്ടെ. ബസ്സിന് ബുക്ക് ചെയ്യട്ടെ.